ദാനമായി നിങ്ങൾക്കു കിട്ടി, ദാനമായി തന്നെ കൊടുക്കുവിൻ. മത്തായി 10-8 16 വയസ്സുവരെ അരിസ്റ്റോട്ടിലിൻ്റെ കാൽച്ചുവട്ടിലിരുന്ന് പാഠങ്ങൾ പഠിച്ചവനായിരുന്നു അലക്സാണ്ടർ ദ ഗ്രേറ്റ്. 20-ാമത്തെ വയസ്സിൽ തൻ്റെ പിതാവായ ഫിലിപ്പ് രണ്ടാമൻ്റെ മരണശേഷം ഗ്രീസിൻ്റെ ഭരണാധികാരിയായ 20-കാരൻ അലക്സാണ്ടർ ദ ഗ്രേറ്റ് തൻ്റെ ജീവിതത്തിൽ മുഴുവൻ വിജയക്കൊടി പാറിച്ചുകൊണ്ടുള്ള യാത്രയായിരുന്നു അദ്ദേഹത്തിൻ്റെ. പ്രിയങ്കരനായ കുതിരപ്പുറത്ത് രാജ്യങ്ങൾ കയ്യേറിപ്പോകുന്ന കാലം. ഒരു ജലയാത്രയ്ക്കിടയിൽ മലമ്പനിയും ടൈഫോയിഡും വന്ന് പെട്ടെന്ന് രോഗബാധിതനായി. ലോകത്തിലെ പ്രധാനപ്പെട്ട ഭിക്ഷുകരന്മാർ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് വന്നു. ലോകത്തിലെ ഏറ്റവും വലിയ കൊട്ടാരം, ലോകത്തിലെ ഏറ്റവും വലിയ ആതുര സേവകർ, ലോകത്തിലെ പ്രധാന ഭിക്ഷുകരന്മാർ എല്ലാവരും ചുറ്റിലും നിന്ന് നോക്കിയിട്ടും നിരാശയായിരുന്നു ഫലം. അദ്ദേഹത്തിന് തൻ്റെ അവസാന സമയമടുക്കുമ്പോൾ നല്ല ബോധ്യമുണ്ടായിരുന്നു. അലക്സാണ്ടർ ചക്രവർത്തി തൻ്റെ വിശ്വസ്തരായ പരിചാരകരെ അടുത്തു വിളിപ്പിച്ചിട്ട് 3 കാര്യങ്ങൾ അവരെ ഓർമ്മിപ്പിച്ചു. താൻ മരിക്കുമ്പോൾ താൻ സമ്പാദിച്ച വിലയേറിയ മുത്തും പവിഴവും വഴിനീളെ വിതരണം. ആ വഴിയിൽ കൂടെ വേണം തൻ്റെ ശവമഞ്ചം കൊണ്ടുവാൻ. എന്നെ ശുശ്രൂഷിച്ച ഭിക്ഷുകരന്മാരായിരിക്കണം എൻ്റെ ശവമഞ്ചം ഏൽക്കുവാൻ. അതിനു പിന്നാലെ അവർക്ക് സഹായികളായി നിന്നവർ മരുന്നുകളുടെ കാലിക്കുപ്പികൾ അവരുടെ കൈകളിലേന്തി എൻ്റെ ശവമഞ്ചത്തിന് പിന്നാലെ നടക്കണം. എൻ്റെ ശവമഞ്ചത്തിൽ നിന്ന് 2 കൈകളും പുറത്തേക്കിടണം. നാം സമ്പാദിച്ച നേട്ടങ്ങളും രത്നങ്ങളും ബഹുമതികളും എല്ലാം ഇവിടെയിട്ട് പോകുന്നതാണ് മരണമെന്ന യാഥാർത്ഥ്യം. ലോകത്തിലെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മെ സഹായിക്കാനുണ്ട് എന്ന് പറഞ്ഞാലും ചില യാഥാർത്ഥ്യങ്ങളുടെ മുന്നിൽ നമ്മൾ മാത്രമേ അത് ഫേസ് ചെയ്യാൻ ഉണ്ടാവൂ എന്ന യാഥാർത്ഥ്യം. 2 കൈ പുറത്തേക്കിട്ട് പോകുന്ന രാജാവിനെ പോലെ ഈ ഭൂമിയിൽ നിങ്ങൾ എന്തൊക്കെ സമ്പാദിച്ചാലും എല്ലാം ഭൂമിയിലിട്ട് പോകേണ്ടി വരുമെന്ന യാഥാർത്ഥ്യം. വെറും കൈയായി കടന്നു വന്നവർ വെറും കൈയായി മടങ്ങേണ്ടി വരുന്ന ദിവസം. ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം തന്ന ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ, ജീവിക്കുവാൻ ദാനമായി കിട്ടിയ ജീവിതമല്ലേ ഉള്ളൂ. അത് ദാനമായി കൊടുക്കുവാൻ നമുക്കോരോരുത്തർക്കും സാധിക്കട്ടെ.